പക്ഷേ ഓണർമാരായ എങ്ങനെ വേണം തോറ്റാലും ആ പ്രശ്നമില്ല എന്നുള്ള നിൽക്കണം. ഇതിപ്പോ ആ രാഹുലിനൊക്കെ കഴിഞ്ഞ കളിയിൽ അല്ലേ എന്തൊരു കഷ്ടാണത്. അതിനൊക്കെ ഞങ്ങളെ പ്രീതി ചേച്ചി ഒരു പ്രശ്നമില്ല, തോറ്റാത്ത അത് തോറ്റ അടുത്ത കളി നോക്കാം. അല്ല ശശാങ്കിന് പരിക്കറ്റിയപ്പോ പോലും അടുത്ത് വന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കണ്ടില്ല. ഇങ്ങനെ വേണം അത് എന്ന് പറഞ്ഞാലേ കൊറേ കാലം തോൽക്കുമ്പോ പിന്നെ ഇത് നമ്മളാണ് ശീലാകും. പിന്നെ ഇനി എത്ര തോറ്റാലും നമുക്കൊരു നിർവികാരതകാരം ഉണ്ടാവുക, പ്രത്യേകിച്ച് ദേഷ്യമോ സങ്കടമോ ഒന്നും വരൂല. കാരണം ഇത് കലാകാലങ്ങളായി കണ്ട് ശീലിക്കുന്ന കാര്യമില്ല. പറഞ്ഞുതരാൻ ഏറ്റവും നല്ല ആൾക്കാർ നിങ്ങളാണ്. അല്ല പക്ഷെ ഞങ്ങളെക്കാൾ നിർഗുണന്മാർ നിങ്ങളാണ്. കാരണം എല്ലാ IPL സീസണുകളിലും കഴിഞ്ഞ 15 IPL സീസണുകളിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. ഫൈനലുകൾ കളിച്ചു അതാണ് ഫൈനലുകൾ കളിച്ചിട്ടില്ല. രണ്ടോ മൂന്നോ തവണ ഫൈനലുകൾ കളിച്ച ടീമാണ് ഞങ്ങൾ. നിങ്ങൾ പ്ലേ ഓഫും കൂടി എത്താൻ കഴിയാത്ത അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്രാവശ്യങ്ങൾ എലിമിനേറ്റ് ആയി ഇല്ലേ. എന്തായാലും തോറ്റോട് കൂടി ഞങ്ങൾക്ക് ഇപ്പോഴും ചെറുതാണെങ്കിൽ സാധ്യത LSG അങ്ങോട്ടാക്കിയാല് DC ഇവിടെ ജയിച്ചാല് ഇതും പറഞ്ഞ് സാധ്യതകളൊന്നും നിൽക്കാതെ ഞങ്ങൾ പോയി. പിന്നെന്താ ആലോചിച്ചിരിക്കണ അതിനൊന്നും നിൽക്കാതെ എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി നിങ്ങൾ പ്ലേ ഓഫിൽ എത്തി. ഞങ്ങൾ ആദ്യം പുറത്തു പോയി. അല്ല നിങ്ങൾ പുറത്തു പോരാ. നിങ്ങളെ അവസ്ഥ ഇപ്പൊ എന്താണ്? നിങ്ങൾ ഞങ്ങളെ വലിയ വെല്ലുവിളിച്ചാണ്ട് ഇന്നലെ തോറ്റില്ല. 60 റണ്ണിന് 60 റണ്ണിന് നാണം കെട്ട തോൽവി. ചില ദിവസങ്ങളല്ല, നിങ്ങളെ കാര്യത്തിൽ എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കഴിഞ്ഞ 4 കളി ജയിച്ചു പോകും. അതാണ് വ്യത്യാസം. പൂരം കഴിഞ്ഞ ശേഷം വെടിപൊട്ടിച്ചാണ് ഞങ്ങളെ പ്രശ്നം. എല്ലാവരും ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും പണി കൊടുത്തു. എല്ലാരും ഔട്ടാക്കണ ആരാണ്? ഇപ്പൊ ഞങ്ങളാണ്. അത് ഞങ്ങളുടെ സ്വഭാവമാണ്. എന്ത് കളിയാണ് ഇന്നലെ കളിച്ച്. വിരാട് കോഹ്ലി ഇന്നിങ്സ് ഉണ്ടെങ്കിൽ 1-2 ഇന്നിങ്സ് കൊണ്ട് വിരാട് കോഹ്ലിനെ വിമർശിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ മൂപ്പര വില എന്താണെന്നുള്ള എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. മൂപ്പർക്ക് കളി നേരത്തെ എവിടെ കളിച്ചാത്ത മൂപ്പര് മാത്രമാണ് RCBയിൽ ആദ്യ ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും സൂപ്പറായിട്ട് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര വിമർശനമാണ് വരുന്നത്. അത് ഒഴിവാക്കാൻ ഒന്നോ രണ്ടോ കളിയിൽ മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് മോശമായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കളിയിലും സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. 634 റൺ 12 ഇന്നിങ്സ്. ഇത്രയും സ്ഥിരതയോട് കൂടി കളിക്കണ ഇന്ത്യയിൽ കാണാൻ കിട്ടുമോ? സഞ്ജുവിനൊക്കെ 10-100 റണ്ണായല്ലോ. സഞ്ജു ഒരു ഇന്നിങ്സ് കുറച്ചല്ലേ കളിച്ചിട്ടുള്ളൂ. ഇത് കാലം കുറെ ആയി കളികൾ വിരാട് കോഹ്ലി ഇപ്പൊ 4 തവണ 600 ആയി എന്നുള്ളതല്ലേ. അതിപ്പോ നേരത്തെ തന്നെ രാഹുലിന് കഴിഞ്ഞ കുറെ അങ്ങനൊന്നും പറയണ്ട. ഇപ്പൊ ഇന്നലെ നന്നായി കളിച്ചു. ഇന്നലെ നല്ല മൊത്തത്തിൽ നന്നായി വേറെ കാര്യം. പിന്നെ ആക്സിലറേറ്റ് കളിച്ചിട്ട് ടീമിന് കപ്പില്ല, കാര്യമില്ലാതെ സ്വന്തം കണക്കിങ്ങനെ കൂട്ടും. ഒരു കാര്യമില്ല. എല്ലാരും വിചാരിക്കണ്ട, ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആക്സിലറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിന് വേറെ പ്രശ്നം. ഇന്നലെ ലാസ്റ്റ് 15 ബോൾ 42 റണ്ണാണ് മൂപ്പര് സൂപ്പറായിട്ട് കളിച്ചിരുന്നതുള്ള വിരോധികൾ പോലും സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങളതിൽ കുറെ അടിക്കാരുണ്ടായല്ലോ, ഒക്കെ ഒരുവർക്ക് പോലും ആ റൂസോ അല്ലാതെ ബാക്കി ആരെങ്കിലും മര്യാദ കളിച്ചോ? ഇതിപ്പോ ഈ അടിന്റെ കണക്ക് റൂസോനെയാണ് ഇന്നലെ തോൽപ്പിച്ചത്. ആ ക്യാച്ചൊക്കെ വിട്ടാണ് 10 റണ്ണാണ് ഇപ്പൊ കോഹ്ലിക്ക്. സിമ്പിൾ ക്യാച്ച് ആയിട്ട് വിട്ട് കളഞ്ഞു. അപ്പൊ നിങ്ങളെന്താ പറഞ്ഞു? ഡക്കിന് വേറെ ക്യാച്ച് പോയി. അതന്നെയാണ്, അതിൽ കാര്യമൊന്നുമില്ല. ഡക്കിന് പോകേണ്ട കോഹ്ലി 92 അടിച്ചു, പിന്നെ കളി ജയിച്ചു. ക്യാച്ച് 5 പവർ പ്ലേ അതുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. റൂസോനെ പറഞ്ഞപ്പോഴാണ് ഓനൊക്കെ ഉണ്ടല്ലോ എപ്പോഴാണ് ഓർമ്മയത്. അപ്പൊ ഇന്നലെ നിങ്ങളെ ലോജിക്ക് അങ്ങനെയല്ലോ. നിങ്ങളെ ലോജിക്ക് ഇന്നലെ എന്താ പറഞ്ഞത്? വിരാട് കോഹ്ലിയെ മാക്സിമം സമയം ക്രീസിൽ മാക്സിമം സമയം ക്രീസിൽ നിലനിർത്തി. അതാണ് പറഞ്ഞത്. 92 അടിച്ച കളി അതാണ് പറഞ്ഞത്. നിങ്ങൾ വിരാട് കോഹ്ലിനെ മാക്സിമം, അത് നിങ്ങളെ വർത്താനം ഒരു കേട്ടിക്കണോണ്ട്, മാക്സിമം കളിക്കളത്തിൽ നിർത്തിക്കാണ്ട് തോറ്റു. അതുള്ളൂ. നിങ്ങൾ ക്യാച്ച് മനഃപൂർവ്വം വിട്ടതാണ് മാക്സിമം നിലനിർത്താൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ ജയിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് അത് നേരെ തിരിച്ചു കുത്തി കാരണങ്ങൾ തോറ്റു. പിന്നെ റൺഔട്ട് ആ ചങ്ങനെ ശശാങ്കൻ ഔട്ടാക്കിയല്ലോ. യജാതി നിങ്ങളെ ഏതായാലും കാൽക്കുലേറ്റർ ചെറുതൊന്നും വാങ്ങണ്ട. ആ മറ്റേ സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾ എങ്ങനെ കൂട്ടിയാല് എങ്ങനെ ചെയ്താലും ശരിയാവും എന്നുള്ളത് അറിയില്ലല്ലോ. നിങ്ങളോടൊപ്പം ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ആ കാൽക്കുലേറ്ററിനെ എറിഞ്ഞാളി.